2/2 ഓക്കെ, 2/6 ഒക്കെ ഓവറാണ്. കടക്കാരൻ കണ്ടുകൊണ്ടെന്നാലും പറയും. दिया लंदन में क्या पढ़ा? मैं लिवरपूल यूनिवर्सिटी से साइकोलॉजी के कोर्स किया था. वो 1 साल का कोर्स था. और दिल्ली का ख्याल क्या है? पिछले साल की कोई खबर? 165 rapes and 365 sexual harassment. All these people are psychologically affected bloody savages. Hey Ram, how are you doing? Ram, you're not getting me an appointment with your minister. Sorry, he's been a little busy, so... Ram, my MD needs a detailed discussion about organic farm in India. Please, you need to help me on this. Don't do that. Please get an appointment. കൈ ദേഹത്തോടെന്ന് പറഞ്ഞില്ലേ? Hey, ഇതിലെന്താ തെറ്റ്? What happened? Come on. ഓരോരുത്തരും ഹലോ ഹലോ, ഒന്ന് നിന്നേ. അതെന്താ ഒരു പെണ്ണിനെ അടിക്കാൻ കയ്യൊങ്ങിയത്? നിങ്ങൾ അടിക്കും അല്ലേ? അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോകുന്നത് ലേഡീസിന്റെ ദേഹത്ത് കൈവച്ചാൽ എത്ര വലിയ പ്രശ്നമാണെന്നറിയോ? എന്താ തുറച്ചു നോക്കുന്ന? സാധുവാണെന്ന് കരുതിയ ആരെയും കൈവയ്ക്കും അല്ലേ? എന്നാൽ എന്നെ ഒന്ന് അടിച്ചേ നോക്കട്ടെ. പ്ലീസ്. എന്താ, ഞാൻ മേത്ത് കൈവച്ചല്ലേ അടിക്കുള്ളൂ? സേ താങ്ക്സ്. ആരെങ്കിലും ചോദിച്ചിട്ടൊരു ഉപകാരം ചെയ്താൽ താങ്ക്സ് പറയണം. ദാറ്റ്സ് മാനേഴ്സ്. സേ താങ്ക്സ്. താങ്ക്സ്. ദാറ്റ്സ് ബെറ്റർ. ന്യൂഡൽഹി നഗരത്തില് ജന്തർ മന്തർ വീതിയില് എന്റെ ചേച്ചി പറ്റ പൊന്നുമകളെ ആരടിച്ചയ്യോ ആരടിച്ചയ്യോ എങ്ങനെ അടിച്ചയ്യോ എങ്ങനെ അടിച്ചയ്യോ എങ്ങനെ അടിച്ചേ പറ. അതുപോലെ ഞാൻ തിരിച്ചടിക്കാൻ പോവാ. ഇപ്പൊ അടിക്കാൻ പോവാ. ടെൽ ടെൽ. അമ്മേ, ഇതുപോലെ ബൗൺസായി തിരിച്ചു വരുന്ന പോലെയാണ് നിന്നെ അടിച്ചേ? അല്ലല്ലോ. പിന്നെന്തിനാ ഇതുപോലെ കൊലവറിയോട് എന്നെ അടിച്ചത്? ഇത് നീയായിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ? കുഴപ്പമില്ല, യു മൈ ഉറപ്പന്നെ, ഡോണ്ട് വറി. പക്ഷെ ഞാൻ അവനെ വിടത്തില്ല. പൊട്ട, അതിനവൻ ഇന്ന് ജോലിക്ക് വരണ്ടേ? പേടിച്ച് ജോലി കളഞ്ഞ് നോയിഡയിലേക്കോ ഗുർഗാനിലേക്കോ പോയി കാണാം. അവൻ എവിടെ പോയാലും ഞാൻ വിടത്തില്ല അവനെ. ഓഹോ, വരുന്നുണ്ടല്ലേ? സ്ഥിരമായിട്ട് 9:30 വരുന്നവൻ ഇന്ന് 8:30 വന്നിട്ടുണ്ടല്ലേ? ഇന്ന് അവന്റെ ശനിദശ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വിടത്തില്ല ഞാൻ, വിടത്തില്ല ഞാൻ. നീ പെമ്പിള്ളാരെ മാത്രം അടിക്കത്തുള്ളല്ലേ? നിന്റെ മുന്നിൽ ഒരാണ് വന്ന് അടിക്കൂടാ? അടിക്കടാ, കാണാ. എന്താടാ നോക്കുന്നേ? കോമഡിയാ? അപ്പൊ ഞാനറിയാം. നോക്ക്, നീ എന്റെ ബോഡി ഉണ്ടോ? ഞാനൊരു രാജപാളൻ നായാണോ? നിന്നെ കൊണ്ട് അടിക്കാനേ കഴിയുള്ളൂ, എന്നെ കൊണ്ട് അടിക്കാൻ കഴിയൂടാ. മരുമോൻ മർഗയാ. ആദ്യമേ ഒന്ന് എടുത്തോണ്ട് പോടാ. നമസ്കാരം സെൻട്രൽ മിനിസ്റ്ററെ. നമസ്കാരം. എന്റെ അനുജനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. അവനൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അത് ഞാനാണെങ്കിൽ പോലും അവൻ വെറുതെ വിടില്ല. അവന്റെ അടുത്ത് പോയെന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ ഡീൽ വെച്ചത്? നിങ്ങളുടെ അനിയൻ പണം മാറ്റിക്കൊടുത്തത് പാർട്ടിക്കാ, അല്ലാതെ എനിക്കല്ല. ഇനി നിങ്ങൾക്ക് അത്രയും തിരക്കുണ്ടെങ്കിൽ ചിന്ന പാർട്ടിയിൽ നിന്ന് മേടിക്കേ. ഇത് ഡൽഹിയാ, അത് മറക്കണ്ട. പറയൂ രാവണ. അമ്മേ, ആ കവടി നിർത്തി എല്ലാ വിവരങ്ങളും ഒന്ന് വേഗം നോക്കി പറയണം. നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിനക്ക് തോൽവി ഉണ്ടാവില്ല രാവണ, ഒരിക്കലും തോൽവി ഉണ്ടാവില്ല. ശരി അമ്മേ. ഹായ് ദിയ. മന്ത്രിയുടെ മോളെ നമ്മുടെ കൊണ്ട് ഗർവാസിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. നീ പറഞ്ഞ സത്യമാണോ? എന്റെ കൺമുമ്പിൽ വെച്ചാണ് അവരവിടെ കൊണ്ടുപോയത്. എല്ലാരും പാടാ. എടാ, ആ വണ്ടി ഏത് റൂട്ടിലാണ് പോയതെന്ന് കൺഫേം ചെയ്ത് പറ. രാംസിംഗ്, ആ വണ്ടിയുടെ ചാവിങ്ങില്ല. പണം പാർട്ടിക്കാരുടെ അടുത്തൊന്നും മേടിക്കാൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞായിരുന്നില്ലേ? അതാ നിന്റെ മകളുടെ അടുത്തൊന്നും മേടിക്കാന്ന് വിചാരിച്ച് നിന്റെ മകളെ പൊക്കിയത്. എന്ത് വിവരക്കാരെ പറയുന്നത്? ഇതിപ്പോ തനിക്ക് അങ്ങനെ തോന്നും. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് നിനക്കെല്ലാം മനസ്സിലാകും.
നീ ആരോടാ ഡീൽ ചെയ്തെന്ന കാര്യം ഓർമ്മയുണ്ടോ? നീ ഒരു കേന്ദ്രമന്ത്രി അല്ലടാ. പോടാ, പോയി പാർലമെന്റിന്റെ മുകളിൽ കയറി കാറ് ഇന്ത്യ മുഴുവൻ കേൾക്കട്ടെ. 600 കോടി കുഴൽപ്പണം തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒഴുക്കിയതാ ഈ നാട്ടിലേക്ക്. അതിന്റെ 60 കോടി കമ്മീഷൻ പണം തരാതെ പറ്റിച്ചു. അതിന്റെ പ്രതികാരമായിട്ട് രാവണശിവൻ നിന്റെ മകളെ കടത്തിക്കൊണ്ട് പോയെന്ന് പറ. എന്നെ CBI വന്ന് അറസ്റ്റ് ചെയ്യും, വിജിലൻസ് വന്ന് ചോദ്യം ചെയ്യും. എന്നാ നിന്റെ അവസ്ഥയോ മിലിറ്ററി വന്ന് ഷൂട്ട് ചെയ്യും. സർ, മോളെ നോയിഡയിലെ ഗർവാസിംഗ് ഗ്രൂപ്പ് കടത്തിക്കൊണ്ട് പോയിരിക്കുക. റാം, ഞാൻ അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഇതൊക്കെ പൊളിറ്റിക്കൽ പ്രഷറാ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. സാറിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ സാറിന്റെ മോളുമായിട്ട് വീട്ടിലുണ്ടാവും. റാം, ഞാനൊന്ന് പറയട്ടെ. ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വേഗം വീട്ടിലേക്ക് ചെല്ലേ. മുകളിലത്തെ റൂമിലെ ലോക്കർ തുറക്കാം. സത്യപ്പ എവിടെയുള്ളത്? പട്ടേൽ നഗറിലേക്ക് വന്നുകൊണ്ടിരിക്കുക. റാം, ഇതിനകത്തുണ്ടല്ലോ. അതെടുത്തിട്ട് എത്രയും പെട്ടെന്ന് തിരുനെൽവേലിക്ക് പോകും. എയർപോർട്ട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്. എന്റെ ലൊക്കേഷൻ ഓണാക്ക്. 340 ഏക്കർ എന്റെ കുടുംബസ്വത്ത്. അതിന്റെ ഡോക്യുമെന്റ്സ് 1 മണിക്കൂറിനുള്ളിൽ നിന്റെ കയ്യിലെത്തിച്ചേരും. പാർട്ടിയിൽ നിന്ന് പണം വാങ്ങി തന്നിട്ട് ഡോക്യുമെന്റ്സ് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. വരട്ടെ, നമുക്ക് കാണാം. രവി, ഓൺ ദ വേ, കമ്മിങ്. ഓക്കെ റാം. പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി നിനക്ക് ഞാൻ ഫോൺ ചെയ്യും. നീ പോലീസിനെ വിളിക്കണം. तुम लोग कौन हो? क्यों मुझे पकड़ लिया है? तुम जानते हो मैं कौन हूँ? मेरा बाप कौन है? तेरी इतनी हिम्मत? क्या हुआ तेरा बाप बुलंद है? तू डरता हूँ मैं? बुलाओ अपने बाप को और चिल्लाना मत. ഭാഗത്തൂടെയാ പോകുന്നേ. അതിന്റെ ആവശ്യമില്ല, തിരിച്ചു പോ. അപ്പൊ മുദ്രപത്രം? മുദ്രപത്രം എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ സുരക്ഷിതമായി വെച്ചേക്ക്. രാഷ്ട്രീയക്കാരുടെ ബുദ്ധി അവൻ കാണിച്ചു. പോലീസിന് കംപ്ലൈന്റ് അവൻ കൊടുത്തിട്ടില്ല. ബോഡി ഗാർഡ്സും സെക്യൂരിറ്റിയും വന്നിട്ടില്ല. ഗർവാ സിംഗിന്റെ ഗ്രൂപ്പിനെ ഡൽഹി വെച്ചടിക്കാൻ ധൈര്യമുള്ളവൻ ഒരുത്തിനുണ്ടെങ്കിൽ